Hi guys, welcome back to Car Garage. CarJJ garage vlog ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഭാഗം ഫുള്ളും കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ദ്രവിച്ചിരിക്കുന്ന രീതിയിൽ അപ്പോൾ റൂഫൊക്കെ ഫുള്ള് റിപ്പയറൊക്കെ ചെയ്ത് ഒരുപാട് പാച്ച് വർക്കൊക്കെ ഉണ്ടായിരുന്ന വണ്ടിയാണ്. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നമ്മൾ കുറച്ച് നാൾ മുമ്പ് ഒരു ബ്ലാക്ക് കളർ വണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുള്ള് ഇന്ത്യയിൽ സീറ്റും കാര്യങ്ങളും അതേപോലെ തന്നെ ഫുൾ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു എത്യോസ് കണ്ടിട്ട് നമ്മളിവിടെ വന്നൊരു മറ്റൊരു വണ്ടിയാണ് കേട്ടത്. ആ എത്യോസിൻ്റെ വർക്ക് വീഡിയോസ് കണ്ടിട്ട് വന്ന വണ്ടിയാണ്. അപ്പോൾ ഇതിൽ ഇതേപോലെ തന്നെ നമുക്ക് ഫുൾ പെയിൻറ്റിങ് ഉണ്ട്. അതേപോലെ തന്നെ ഇന്ത്യയിൽ ഫുള്ളും നമുക്ക് സീറ്റും കാര്യങ്ങളൊക്കെ ഫുള്ള് സ്പോട്ടി മീൻസ് തൈസപ്പെട്ടു ആ രീതിയിലുള്ള സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫുൾ വർക്കാണ്. അത് മാത്രമല്ല പ്ലാറ്റിനം മോഡലിലേക്ക് കൺവേർട്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബമ്പറും കാര്യങ്ങളെല്ലാം പർച്ചേസിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഫ്രണ്ട് ബമ്പർ റീപ്ലേസ് ചെയ്യും, ബാക്ക് ബമ്പർ റീപ്ലേസ് ചെയ്യും. അതേപോലെ തന്നെ ഡിക്കിമ പറഞ്ഞ ക്രോമും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യും കേട്ടോ. അങ്ങനെ ഒരു ഫുൾ വർക്കാണ് നമ്മുടെ എത്യോസ് ഏകദേശം ഇപ്പോൾ പ്രൈമർ കോട്ട് ആവാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഫൈനൽ കട്ടിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നാളെ ഡെലിവറി ചെയ്യാനുള്ള വണ്ടിയാണ് ഇവിടെ കിടക്കുന്നത്. ഒരു റെഡ് കളർ TN രജിസ്ട്രേഷൻ വണ്ടിയായിരുന്നു കേട്ടോ, തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടിയായിരുന്നു. അപ്പോൾ ആ വണ്ടി നമ്മൾ നേരെ സിൽക്കി ഗോൾഡ് 1E7 എന്ന് പറഞ്ഞിട്ടുള്ള സാധാ നോർമലി സിൽവർ കളറിലേക്ക്, ഇന്നോവയ്ക്ക് പറഞ്ഞ സിൽവർ കളറിലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പോൾ അങ്ങനത്തെ അതിൻ്റെ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. ഫ്രണ്ട് കാര്യങ്ങളൊക്കെ സെറ്റിങ് ചെയ്യണം. സെറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ. നമുക്കിതൊരു സെന്ന് നമ്മൾക്ക് ഇവിടെ ഫുൾ പെയിൻറ്റിന് വേണ്ടി വന്നതാണ്. അതിൻ്റെ പെയിൻറ്റ് കണ്ടോ ഈ രീതിയിൽ നമ്മൾ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൊത്തം ഇതേമാതിരി തന്നെ സ്ക്രബ് ചെയ്ത് കളയണം. നമ്മൾ റിമൂവർ യൂസ് ചെയ്യാൻ പറ്റും, പക്ഷേ റിമൂവ് യൂസ് ചെയ്യാനായിട്ട് മൊത്തം ഒന്നാമത് ബോഡി അത്ര കണ്ടീഷനല്ല. അപ്പോൾ റിമൂവും കൂടി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ള കണ്ടീഷൻ ഫുള്ളായിട്ട് തന്നെ പോകും. അതുകൊണ്ട് ഈ രീതിയിൽ നമ്മൾ കൂടി വെച്ചിട്ട് കളയണം. അതിന് ശേഷം ഒന്നുകൂടി നമ്മൾ മെഷീൻ യൂസ് ചെയ്തിട്ട് ബഫ് ചെയ്തതിന് ശേഷം പ്രൈമർ അടിച്ചതിന് ശേഷം പുട്ടി വർക്ക് സ്റ്റാർട്ട് ചെയ്യുള്ളൂ കേട്ടോ. അങ്ങനെ നിൽക്കുന്ന ഈ ഒരു വണ്ടി ഇവിടെ ഒരു സ്വിഫ്റ്റ് നമുക്കിപ്പോൾ ഫുൾ പെയിൻറ്റിന് വേണ്ടി വന്നാണ് വണ്ടിയാണ്. കുറച്ചാളെ വണ്ടി വന്നിട്ട്, അപ്പോൾ വർക്ക് ലോഡ് കൂടുതലുള്ള കാരണം നമുക്ക് വർക്ക് തുടങ്ങാൻ സാധിച്ചില്ല. ഈ ഒരു വണ്ടിയുടെ റണ്ണിങ് ബോർഡും കാര്യങ്ങളും കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു നോർമൽ, അപ്പോൾ അത് തീർത്തു. അതേപോലെ ഇവിടെ നോർമൽ പാച്ച് ഉണ്ടായിരുന്നു, അത് തീർത്തു. ഈ ഡിക്കി നമ്മൾ റീപ്ലേസ് ചെയ്യണം. ഡിക്കി കണ്ടീഷൻ ഒരു രക്ഷയില്ല ഉണ്ടാ. അപ്പോൾ ഇതിൻ്റെ ഡിക്കി നമുക്കിവിടെ എത്തിയിട്ടുണ്ട്. അത് നമുക്ക് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സൈഡ് ഏകദേശം കഴിഞ്ഞു. ഇതേപോലെ തന്നെ അതൊരു ഷിപ്പ് ഡിക്കി റീപ്ലേസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം തീർന്നു. പക്ഷേ ഈ ഒരു സൈഡും കംപ്ലൈൻറ്റ് ഉണ്ട്, റണ്ണിങ് ബോർഡ് കാര്യങ്ങളൊക്കെ കേട്ടോ. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ വ്ളോഗിൽ കണ്ടിരിക്കും ഫുള്ള് പാച്ചായിട്ടുള്ളൊരു വണ്ടി. ഫുൾ പാച്ച് എന്ന് പറഞ്ഞാൽ അകത്തുനിന്ന് തുറക്കേണ്ടി വരും തോന്നുന്നുണ്ട്. ഫുൾ പാച്ച് എന്ന് പറഞ്ഞാൽ വണ്ടി മൊത്തത്തിൽ പാച്ചാണ്. അതായത് ഇവിടെയൊക്കെ പാച്ചുണ്ട്. അപ്പോൾ ഈ ഒരു പീസൊക്കെ നമ്മൾ മാറാൻ വേണ്ടി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് കിട്ടിയത് ഇത്രയും ഭാഗം നമ്മൾ ഫുള്ളായിട്ട് മാറും. അപ്പോൾ ആ ഒരു വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. ആ വണ്ടി എന്തൊക്കെ ചെയ്തെന്നുള്ള കാണിച്ചു തരാം. നമുക്കൊരു പൾസ് വന്നിട്ടുണ്ട് കേട്ടോ. പൾസ് ഫുൾപ്പിന് വേണ്ടി വന്നതാണ്. ആ ഒരു വണ്ടി നമുക്ക് ഇപ്പോൾ പുട്ടി വർക്ക് അതിനുള്ളതൊക്കെ ഏകദേശമായി. അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ വർക്ക് തുടങ്ങാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വണ്ടി കണ്ടോ, ഈ ഒരു വണ്ടിയുടെ ഇവിടെ പറഞ്ഞ ടൈലൈറ്റ് പറഞ്ഞ ഔട്ടർ പീസും അതേപോലെ തന്നെ ഇവിടെ പറഞ്ഞ ടൈലൈറ്റ് പറഞ്ഞ ഈ ഔട്ടർ പീസും ഫുള്ളും കംപ്ലൈൻ്റ് ആണ് കേട്ടോ. അവിടെ കട്ട് ചെയ്ത് മാറ്റി. ഇതും കണ്ടോ. അപ്പോൾ ഇത് രണ്ടാകുമ്പോൾ പുതിയത് ഓർഡർ ചെയ്തിട്ടുണ്ട്. ക്വാർട്ടർ പാനൽ കണ്ടോ, ഇത്രയും നമുക്ക് പുറത്തേക്ക് പോകണമായിരുന്നു. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ട് ഫുള്ളായിട്ട് തന്നെ പുറത്തേക്ക് വരുത്തി. ക്വാർട്ടർ പാനലിൻ്റെയും അതേപോലെ തന്നെ വീൽ ആർച്ചിൻ്റെയും അതേപോലെ തന്നെ ഇന്നറിൽ പറഞ്ഞ ഒരാർച്ചിൻ്റെയും പണി നമ്മൾ തീർത്തിട്ടുണ്ട്. സിൽക്കോൺ കാര്യങ്ങൾ ഇട്ടിട്ടില്ല.
അതിൻ്റെ വർക്ക് തീർത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിൽ ഈ 2 പീസ് വന്നതിന് ശേഷം ഇനി ബാക്കി വർക്ക് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഇതൊന്നും ഇങ്ങനെ ആയിരുന്നില്ല കേട്ടോ. ഇവിടെയൊക്കെ ഫുള്ളും കണ്ടീഷൻ മോശമായിരുന്നു. അതൊക്കെ നമ്മളിത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി പ്ലാറ്റ്ഫോമിൽ കണ്ട ഈ ഒരു സൈഡ് ബാക്കിയാണ് വർക്ക് ചെയ്യാനായിട്ട്. ഇത് ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗവും നമ്മൾ മാറ്റും കേട്ടോ. അപ്പം അങ്ങനെ നിൽക്കണം ഇതിൻ്റെ വർക്കിംഗ് പ്രോഗ്രസ്. അപ്പോൾ ഗ്യാരേജിൽ വണ്ടികളും കാര്യങ്ങളൊക്കെ ഒതുക്കിയിട്ട് കൊടുത്ത് ഞാൻ നേരെ തൃശ്ശൂർക്കാണ് പോയത്. തൃശ്ശൂരിൽ നിന്ന് ഇപ്പോഴത്തെ റിട്ടേൺ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വണ്ടിയുടെ സ്കേർട്ടിങ്, ബാക്കിലെ ബമ്പർ സ്കേർട്ടിങ്, അതേപോലെ തന്നെ നമ്മൾക്ക് ഒരു ഫ്രണ്ടിലെ ഗ്ലാസ്, ഇന്നോവയ്ക്ക് വരുന്ന ഫ്രണ്ടിലെ ഗ്ലാസും എടുക്കേണ്ടതായിട്ടുണ്ടായി. അപ്പോൾ അത് പോയിട്ടെടുത്തു. നേരെ ഗ്യാരേജിലേക്ക് പോയിട്ടിരിക്കുക. കുറച്ച് ടൈം എടുത്ത്, കാരണം ഇവിടെ റോഡ് പണി നടക്കണ കാരണം റഷ്യയിലെ ട്രാഫിക്. തൃശ്ശൂർ കൊടുങ്ങല്ലൂർ റോഡിൽ റോഡ് പണി നടക്കുകയാണ്. നമ്മളുടെ ഗ്യാരേജിലേക്ക് വരാൻ താല്പര്യമുള്ളവർ വരുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നേരെ തൃശ്ശൂരിൽ നിന്ന് ഇരിഞ്ഞാലക്കുട റൂട്ട്, ഇരിഞ്ഞാലക്കുടന്ന് കോണത്തകുന്നെന്ന് പറയും. അത് നമ്മുടെ ഇരിഞ്ഞാലക്കുട നിപ്പണ്ടായിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടേക്കായിട്ട് വരും. അപ്പോൾ അവിടെ ക്ലോസ്ഡ് ആണ്, കുറച്ച് കറങ്ങി വരേണ്ടി വരും നമ്മുടെ ഗ്യാരേജിക്ക്. പക്ഷേ നമ്മുടെ എറണാകുളം, അതേപോലെ തന്നെ തിരുവനന്തപുരം, എറണാകുളത്തു നിന്ന് വരുന്ന എല്ലാവർക്കും, കോട്ടയം ഭാഗത്തു നിന്നാണെങ്കിൽ എറണാകുളം വന്നിട്ടും വരുന്ന എല്ലാവർക്കും സിമ്പിളായിട്ട് വരാം കേട്ടോ. നേരെ റൂട്ട് ഓപ്പൺ ആണ്. ഓക്കെ, അപ്പോൾ അതും ഞാൻ ഈ വ്ളോഗിൽ ജസ്റ്റ് പറഞ്ഞു. 2-3 കസ്റ്റമേഴ്സ് കറങ്ങിയൊക്കെ വന്നപ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. കുഴപ്പമൊന്നുമില്ല, ഏകദേശം ഒരു 6 കിലോമീറ്റർ ഒന്ന് കറങ്ങേണ്ടി വരും, അത്രേ ഉള്ളൂ. വഴി തിരിച്ചു വിടും. നമ്മുടെ ഇവിടെ നിന്ന് അങ്ങനെ പോകുമ്പോൾ വഴി തിരിച്ചു വിടും, അത്രേ ഉള്ളൂ. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ സാധനങ്ങളും വാങ്ങി ഇത് അവിടെ കൊടുത്തതിന് ശേഷം പെയിൻറ്റ് അവിടെ വന്നിട്ടുണ്ടാവും. ഇപ്പോൾ സിൽക്കി ഗോൾഡിൻ്റെ പെയിൻറ്റ് ഇപ്പോൾ കാലത്ത് കയറ്റിയിട്ടില്ല നമ്മൾ. അതിൻ്റെ പെയിൻറ്റ് ഇപ്പോൾ അവിടെ വന്നിട്ടുണ്ടാവും. പെയിൻറ്റ് അടിച്ച് തുടങ്ങിയോന്ന് എനിക്കറിയില്ല. അത് അവിടെ എത്തിയിട്ട് നമുക്ക് ഇനിയിപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ.